എനിക്ക് യേശുവിനെ പോലെ ആകണം. വിവാഹമോചിതയായ ഒരു സ്ത്രീയെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? ഉദാഹരണത്തിന് 5 പ്രാവശ്യം വിവാഹമോചിതയായ ഒരു സ്ത്രീ. 5 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല, 5 പ്രാവശ്യം. ഇപ്പോൾ അവൾ താമസിക്കാൻ താൻ വിവാഹം കഴിക്കാത്ത മറ്റൊരാളോടൊപ്പമാണ്. എങ്ങനെയായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്? യോഹന്നാൻ 4 ആ സംഭവം നിങ്ങൾ വായിച്ചു നോക്കിയേ. ആ ശമരിയക്കാരി സ്ത്രീയോട് യേശു അങ്ങനെ സംസാരിച്ചെന്ന്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ഒരാളോട് നിങ്ങൾ സംസാരിക്കുന്നത്? അതോ ഉടനെ അവിടെ ജീവിതത്തിലെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അവളെ ചൂണ്ടിക്കാണിക്കുമോ? അങ്ങനെ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ശമരിയക്കാർ മുഴുവനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ അത്ഭുതപ്പെടുന്നു. യേശു വിവാഹമോചനത്തെ അനുകൂലിക്കുന്നില്ല. ഞാൻ 100% വിവാഹമോചനത്തിനെതിരാണ്. 40 കൊല്ലമായിട്ട് നമ്മുടെ ഇടയിൽ ഒരിക്കൽ പോലും വിവാഹമോചനത്തെ പറ്റി കേട്ടിട്ടേ ഇല്ല. 100% നമ്മൾ അതിനെതിരാണ്. നമ്മളത് ഒരിക്കലും അനുവദിക്കാറില്ല. വിവാഹമോചനവും പുനർവിവാഹവും. എന്നാൽ വിവാഹമോചിതരെ നമ്മൾ കുനിഞ്ഞു നോക്കുന്നില്ല. 5 പ്രാവശ്യം വിവാഹമോചിതരായാലും എന്ന് മാത്രമല്ല, അവിടെ ഭർത്താവല്ലാത്ത ഒരാളോടാണ് അവിടെ താമസിക്കുന്നതെങ്കിലും അവരെ യേശുവിലേക്ക് അടുപ്പിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അവൻ വന്ന് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. നാം സഭ പണിയാൻ ആഗ്രഹിക്കുന്നു. പിശാചാണ് ആളുകളെ നിയമവാദികളാക്കുന്നത് നിങ്ങൾക്കറിയാമോ? യേശുവിൻ്റെ കാലത്തെ ഏറ്റവും വലിയ നിയമവാദികൾ അത് പരീശന്മാരായിരുന്നു. അവർ യേശുവിനെ കൊന്നു. വ്യഭിചാരികളാലല്ല യേശു കൊല്ലപ്പെട്ടത്. ദുഷ്ടന്മാരായ റോമാക്കാരാലല്ല യേശു കൊല്ലപ്പെട്ടത്. അവൻ കൊല്ലപ്പെട്ടത് ദൈവവചനം വിശ്വസിക്കുന്ന നിയമവാദികളാലാണ്. ഇന്നും അങ്ങനെയാണ്. ക്രിസ്തു തുല്യമല്ലാത്തതെല്ലാം പാപമാണ്. യേശു ഒരു നിയമവാദിയല്ലായിരുന്നു, അല്പം പോലും. അവൻ വളരെ കരുണയുള്ളവനായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വെളിച്ചമാണ്. കാരണം പാപം എന്താണെന്ന് ഞാൻ കണ്ടാൽ പിശാചിന് എന്നെ വഞ്ചിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ എവിടെയാണ് യേശുവിനെ പോലെ അല്ലാത്തതെന്ന് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പരമമായ ലക്ഷ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്നതല്ല എൻ്റെ ജീവിത ലക്ഷ്യം. ഒരിക്കലും സ്വർഗത്തിൽ പോകുന്നതായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. 19.5 വയസ്സിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പം അത് സ്വർഗത്തിലേക്ക് പോകാനായിട്ടായിരുന്നില്ല. അത് യേശു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തരുന്നു. എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം യേശുവിനോടുകൂടി ആയിരിക്കാനായിരുന്നു, സ്വർഗത്തിൽ പോകാനല്ല. എവിടെയാണ് സ്വർഗം എന്നറിയാൻ എനിക്ക് താല്പര്യമില്ല. യേശുവിനോടുകൂടി ആയിരിക്കും, അത് മാത്രം മതി എനിക്ക്. അവൻ എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം. ഞാൻ യേശുവിനോടൊപ്പം ആയിരിക്കും, സ്വർഗത്തിലായിരിക്കണമെന്നില്ല. കൊട്ടാരങ്ങളും സ്വർണ്ണ തെരുവീതികളും അല്ല ഞാൻ നോക്കുന്നത്, യേശുവിനെയാണ്. നിങ്ങളെന്താ അന്വേഷിക്കുന്നത്? റോമർ 8:29 പറയുന്നത്, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് എനിക്കറിയാം. ഞാൻ അത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഞാനത് പ്രസംഗിക്കും. എനിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. വിമാനത്തിൽ ഞാനൊരു ടിക്കറ്റ് എടുത്താൽ ഞാൻ എത്തുന്ന സ്ഥലം അവിടെ എഴുതിയിരിക്കും. ഞാൻ അവിടെ ആ എയർപോർട്ടിലെത്തിയാൽ അവിടെയുള്ള ഏറ്റവും വലിയ വിമാനം ഏതാണെന്നല്ല തപ്പുന്നത്. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ആ വിമാനം അതൊരു പക്ഷേ ഒരു വളരെ ചെറിയ വിമാനമായിരിക്കാം. ഒരു സഭ ഞാനങ്ങനെ തിരഞ്ഞെടുക്കും. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരു സഭയായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതാണ്. ഞാനൊരു സഭയിൽ ചേർന്നാൽ അതെന്നെ യേശുക്രിസ്തുവിനെ പോലെ ആകുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സഭയായിരിക്കണം. ആരോഗ്യവും സമൃദ്ധിയും എങ്ങനെ പ്രാപിക്കാമെന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു സഭയല്ല. വലിയൊരു സഭയിലായിരിക്കല്ല എൻ്റെ ലക്ഷ്യം. അത് ഇതുപോലാണ്. എയർപോർട്ടിൽ ഒരു വലിയ പ്ലെയിൻ കാണുന്നു, നിങ്ങൾ അതിലേക്ക് കയറുന്നു. എന്നാൽ നിങ്ങൾ പോകേണ്ടിടത്തേക്ക് പോകുന്ന വിമാനമല്ലത്. അവിടേക്കല്ല നിങ്ങളുടെ ടിക്കറ്റ്. അവന് സുബോധമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കത്തില്ലേ? നിങ്ങൾ ഏത് സഭയുടെ ഭാഗമാണെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കണം. അത് നിന്റെ ലക്ഷ്യത്തിലേക്ക് നടത്തുന്നുണ്ടോ? നിങ്ങളൊരു വിമാനത്തിൽ കയറുമ്പം നിങ്ങളുടെ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് പോകേണ്ട ലക്ഷ്യത്തിലേക്കാണ് ആ വിമാനം പോകുന്നതെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുന്നതനുസരിച്ച് നിങ്ങൾ അവിടേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കും. നീ ഒരു ശരിയായ സഭയിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. നിൻ്റെ വീട്ടിലും നിൻ്റെ ജീവിതത്തിലും നീ ചെയ്യുന്ന ബിസിനസ് കൂടുതൽ ക്രിസ്തു തുല്യമായിക്കൊണ്ടിരിക്കും. നിൻ്റെ കുടുംബജീവിതം കൂടുതൽ ക്രിസ്തു തുല്യമാവും.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൂടുതൽ ക്രിസ്തുതുല്യമായിട്ട് വളർത്തിക്കൊണ്ടുവരും. നമ്മൾ പൂർണ്ണരല്ല, പൂർണ്ണതയിലേക്ക് വളരെ ദൂരമുണ്ട്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരിക്കും. പൗലോസ് പറഞ്ഞു, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു എന്ന പരമവിളിയുടെ ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അവസാനമായി 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം വീണ്ടും ജനിച്ചപ്പം അത് സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുത്ത് നിങ്ങൾ വീണ്ടും ജനിച്ച് നിങ്ങളിപ്പോൾ ഒരു ദൈവവൈതലായി. എന്നാൽ നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. സാവകാശം വായിക്കുക. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം വീണ്ടും ജനിച്ചു. എന്നാൽ നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെ ആകുന്നതാണ്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. യോഹന്നാൻ ഇത് പറഞ്ഞ് 95 വയസ്സുള്ളപ്പോഴാണ്. അപ്പോഴും അവൻ പൂർണ്ണമായി കർത്താവിനെ പോലെ ആയിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആകും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത്. അതുകൊണ്ട് ഇപ്പം നാം എന്തു ചെയ്യണം? ഇന്നീ ദിവസം മുതൽ അവൻ പ്രത്യക്ഷനാകുന്നവരെ 3-ാം വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, അതിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ? ഞാൻ അവനെ പോലെ ആകുമെന്നുള്ള പ്രത്യാശ. എൻ്റെ രക്ഷിതാവ് മടങ്ങി വരുമ്പം അവൻ്റെ ആ പ്രത്യക്ഷതയിൽ ഞാനും അവനെ പോലെ ആകും. ഈ പ്രത്യാശയുള്ളവനെല്ലാം ഇന്നെന്താണ് ചെയ്യേണ്ടത്? അവൻ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കണം. അവൻ്റെ ആ നിർമ്മലതയുടെ നിലവാരത്തിൽ എത്തുന്നത് വരെ. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ദൈവം എൻ്റെ സാക്ഷിയാണ്. ദൈവം മുമ്പാകെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു. അതാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേക വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ തന്നെ നിർമ്മലീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഞാൻ യേശുക്രിസ്തുവിനെ പോലെ ഇതുവരെ ആയിട്ടില്ല. ഞാൻ അവനോട് അടുത്ത് ചെല്ലുന്നതനുസരിച്ച് ക്രിസ്തുതുല്യമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ അല്പം സ്വാർത്ഥത, ഒരാളോടൊരു ചെറിയ തെറ്റായിട്ടുള്ള മനോഭാവം, കരുണയില്ലാത്ത ഒരു മനോഭാവം. കർത്താവേ, അങ്ങനെ ആ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചിന്ത, ഒരു വിധി മനോഭാവം, ഒരാളോടൊരു വിമർശനത്തിൻ്റെ മനോഭാവം, ഒരാളെക്കുറിച്ച് പ്രത്യാശയില്ലാതിരിക്കുക. എന്നാൽ അവനിൽ ഇപ്പോഴും കർത്താവിന് പ്രതീക്ഷയുണ്ട്. കർത്താവ് എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങേ പോലെ ആണ്.